ടെക്സാസിൽ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമില്ലാത്ത 10,000-ഓളം ട്രക്ക് ഡ്രൈവർമാരുടെ പണിതെറിച്ചു. അനധികൃത കുടിയേറ്റം ചെറുക്കാനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് സൂചന. ട്രംപ് വീണ്ടും പണി തന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദേശീയ ഭാഷയായ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവരെയാണ് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി അറിയിച്ചു. ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഹർജീന്ദർ സിംഗ് എന്ന ട്രക്ക് ഡ്രൈവർ അപകടകരമായ വിധം വാഹനം ഓടിച്ചതിന് പിടിയിലായിരുന്നു. ഫ്ലോറിഡയിൽ നടന്ന അപകടത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ 10 തവണ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് രാജ്യത്തേക്ക് അനധികൃതരായി എത്തിയവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ട്രംപ് ഭരണകൂടം പരിശോധിക്കുന്നത്. ഇന്ത്യൻ വംശജനായ ഈ ഡ്രൈവർ വാഷിംഗ്ടണിൽ വെച്ചാണ് തുടർച്ചയായി 10 തവണ ടെസ്റ്റിൽ തോറ്റത്. തുടർന്ന് അയാൾ കാലിഫോർണിയയിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തു. കാലിഫോർണിയ ഭരണകൂടം ചട്ടപ്രകാരമല്ല ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്യുന്നതെന്നും ഇംഗ്ലീഷ് പരിജ്ഞാനം നോക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി അവർക്കുള്ള ഗ്രാൻഡ് ട്രംപ് ഭരണകൂടം തടഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിനെ അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി തീരുമാനിച്ചുള്ള ഉത്തരവ് കഴിഞ്ഞ മാർച്ചിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നു. തുടർന്ന് ഏപ്രിലിലാണ് ഇംഗ്ലീഷ് അറിയാത്ത ട്രക്ക് ഡ്രൈവർമാരെ ജോലിയിൽ നിന്നും പുറത്താക്കാനും ഉത്തരവിട്ടത്. നേരത്തെ ഒബാമ പ്രസിഡന്റായിരുന്നപ്പോഴും ഇംഗ്ലീഷ് പരിജ്ഞാനം വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ജോലിയിൽ നിന്നും ആരെയും പുറത്താക്കാൻ ഉത്തരവിട്ടിരുന്നില്ല. ഇപ്പോൾ ജോലി തെറിച്ച 10,000-ഓളം പേരിൽ ഏറ്റവും കൂടുതൽ പേർ ടെക്സാസിൽ നിന്നാണ്.